7 കാക്കകൾ. പണ്ട് പണ്ട് മലകളും പുഴകളുമുള്ള സ്ഥലത്ത് ഒരു മരം വെട്ടുകാരനും കുടുംബവും താമസിച്ചിരുന്നു. അവർ ആ പുഴയുടെ തീരത്ത് ഒരു വീട് വെച്ചിരുന്നു. മരങ്ങളാൽ നിർമ്മിച്ച ഒരു വീട്. ആ മരം വെട്ടുകാരന് 7 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പോട്ടെ, ബായ് കുട്ടികളെ, ബായ് കുട്ടികളെ. അവന് പലപ്പോഴും വീട്ടിന് ദൂരെ പണിക്ക് പോകണമായിരുന്നു. അവന്റെ ഭാര്യയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തണമായിരുന്നു. ഓ ദൈവമേ, എന്ത് കുട്ടികളാ ഇത്! സത്യത്തിൽ പെൺകുട്ടി അമ്മയ്ക്ക് ഒരു ശല്യവും ചെയ്യാറില്ലായിരുന്നു. അവൾ നല്ല ശാന്തമായ മനസ്സുള്ളവളായിരുന്നു. പക്ഷെ ആൺകുട്ടികൾ മഹാവികൃതിയും വഴക്കാളിയുമായിരുന്നു. ഒരു അനുസരണയുമില്ലാത്തത്, അമ്മയുടെ ഒരു റെസ്പെക്റ്റും ചെയ്യാത്തവർ. ആ കാര്യം അവളെ അലട്ടിയിരുന്നു. അതുകൊണ്ട് അവർ ഭയങ്കര ഭയപ്പെട്ടിരുന്നു. ആൺകുട്ടികളെ, എല്ലാരും പോയി ഉറങ്ങൂ. ഉറങ്ങുന്നത് വയസ്സിലാണമ്മേ. മരം വെട്ടുകാരൻ ഒരാഴ്ച കഴിഞ്ഞ് തളർന്ന് വീട്ടിലെത്തിയപ്പോൾ പാവം ഭാര്യ അവരുടെ ആൺമക്കളുടെ ശല്യം കാരണം അയാളോട് പറയാൻ വിഷമിച്ചിരുന്നു. കാരണം അവൾ ഭർത്താവിനെ അതിനേറെ സ്നേഹിച്ചിരുന്നു. പാവം, തളർന്നു വന്നിരിക്ക. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്താൻ പാടില്ല. അവൾ ആ കാര്യങ്ങൾ അവളിൽ ഒതുക്കി. പക്ഷേ ആരോടും അത് പറഞ്ഞില്ല. ആരും അറിഞ്ഞുമില്ല. ആൺകുട്ടികൾ കൂടുതൽ വഷളായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് അവർ അതിന്റെ ലാഭം നോക്കിയെടുക്കാൻ തുടങ്ങി. വഷളായിക്കൊണ്ടിരുന്നു. ഓരോ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു. മതി, നിർത്തു കുട്ടികളെ. ചെറുക്കന്മാരെ, നിങ്ങൾ അമ്മ പറയണത് കേൾക്കൂ. നീ മിണ്ടാതിരുന്നോ പൊട്ടിപ്പെണ്ണേ. പെൺകുട്ടിയായിരുന്നു കൂടുതൽ സഹിക്കുന്നത്. അവൾ അവരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവൾ അമ്മയെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. എല്ലാവരെക്കാളും അവൾ ചെറുതായതുകൊണ്ട് അവളുടെ കാര്യം ആരും ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ആൺകുട്ടികൾ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിൽ ചെന്നുപെട്ടു. കാട്ടിലൊരു ചെടി വളർന്നിരുന്നു. ആ ചെടി കഴിച്ചാൽ മൃഗങ്ങളുടെ വയറ് നീര് വരുമായിരുന്നു. മരം വെട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടികളോട് ആ ചെടി ഒരിക്കലും മൃഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന്. ആൺകുട്ടികൾ ഒരു ബാഗ് നിറച്ച് ആ ചെടികൾ നിറച്ചു. പിന്നെ അത് മൃഗങ്ങളുടെ ഭക്ഷണത്തിൽ അവരത് കൂട്ടിച്ചേർത്തു. നമ്മുടെ ആടുകൾ എങ്ങനെ നീര് വെക്കുന്നു എന്ന് കാണാൻ കൊതിയാവുന്നു. ഒന്നുമില്ലാതെ വയറ് വീർക്കും. പിന്നെ ആടും പശുവും വയറുവേദനയും നീരുമായി കിടപ്പിലായി. കാരണം അവർ ആ ചെടി കഴിച്ചിരുന്നു. അമ്മ, അത് നോക്കൂ, നമ്മുടെ മൃഗങ്ങൾ വയ്യാതെയായി. അയ്യോ, ഇതെന്തു പറ്റിയ നിങ്ങക്ക്? ഇനി നമുക്ക് പാലും കിട്ടില്ല. എങ്ങനെ ഞാൻ ഇനി വെണ്ണ ഉണ്ടാക്കും? നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ മൃഗങ്ങളെ നോക്കിയേ, എന്ത് കൊള്ളാമെന്ന്. അവരുടെ ആൺകുട്ടികൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി അവളുടെ ക്ഷമ കെട്ടുവെന്ന്. അവൾ കരയാനും തുടങ്ങി. നിങ്ങൾ എന്റെ മക്കളാകുന്നതിലും കാക്കകളാകുന്നതായിരുന്നു നല്ലത്. അവൾ ഇത് പറഞ്ഞതിന് ശേഷം ആകാശത്തിൽ വലിയൊരു കാർമേഘം അതിന് ചുറ്റും വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവർ 7 കാക്കകളായി മാറി. അവർ പറന്നുപോയി. ആങ്ങളമാരെ, അയ്യോ! ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? അവൾ പേടിച്ചു. അവൾക്ക് ബോധം കെട്ടു. അവൾ ചിന്തിക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഇനി എന്താ ഇപ്പൊ ചെയ്യാ? മരം വെട്ടുകാരൻ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് അവൻ അറിഞ്ഞു. അവന് നല്ല വിഷമം തോന്നി. എല്ലാരെയും പോലെ അയാൾ ഭാര്യയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഇത് നിന്റെ തെറ്റല്ല. നമ്മുടെ ആൺകുട്ടികൾ വികൃതിയുള്ളവരായിരുന്നു. നീ നിന്റെ ക്ഷമ അതിലേറെ കാട്ടി. അതിലൊരു തെറ്റുമില്ല. പക്ഷെ ആ വീട്ടിൽ ശാന്തതയും സങ്കടവുമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി വലുതായി. അവൾ അവളുടെ ആങ്ങളെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല. അവൾ ചിരി മറന്നു. ഒരു ദിവസം അവൾ അമ്മയോട് അനുവാദം ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെയും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ കണ്ടുപിടിക്കും. എനിക്ക് വിശ്വാസമുണ്ട്. അവരെന്നെ കാത്തിരിക്കുന്നു.
പോകാൻ അനുവദിക്കൂ അമ്മേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോയി വരാം പ്ലീസ്. ശരി മോളെ. അമ്മ മോളുടെ അപേക്ഷ തള്ളിക്കളയാൻ ആഗ്രഹിച്ചില്ല. ആ പെൺകുട്ടി കുറച്ച് സാധനങ്ങളുമായി വീട് വിട്ടുപോയി. 2 ദിവസങ്ങൾ അവൾ കാട്ടിലൂടെ നടന്നു. മലകളൊക്കെ കേറിയിറങ്ങി. ആങ്ങളമാരെ, നിങ്ങൾ എവിടെയാണ്? അവളുടെ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. അവളുടെ ആഹാരം തീർന്നു. അവളുടെ തുണികളെല്ലാം കീറിയിരുന്നു. തണുപ്പും തളർച്ചയുമായിരുന്നു അവൾക്ക്. 3-ാം ദിവസം രാവിലെ അവൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒരു കോട്ടേജ് കണ്ടു. ആരായിരിക്കും ഇവിടെ താമസിക്കണത്? ആരും പോകാതെ പോലെയുള്ള ഒരു വീട്ടിലേക്ക് അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. അവൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവൾ മേശപ്പുറത്ത് 7 പാത്രങ്ങൾ വെച്ചത് കണ്ടു. അവളുടെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. അവൾ തേടിക്കൊണ്ടിരുന്നത് അവൾക്ക് കിട്ടിയതുപോലെയായി. സംഭവിക്കാമോ? എന്റെ ആങ്ങളമാരോ? അവൾ മുന്നോട്ടു നീങ്ങി. അവൾ കണ്ടു വലിയൊരു കലത്തിൽ അരി വെച്ചിരിക്കുന്നത്. ഓ, ആഹാരം വിശന്നിട്ടും മേല. അവൾ വിശന്ന അവശയായിരുന്നു. അവൾ കുറച്ച് ആഹാരം പാത്രത്തിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൾ മുകളിലേക്ക് പോയി. കിടപ്പുമുറിയിൽ അവൾ 7 ബെഡ് കണ്ടു. പല പല നിറത്തിലുള്ള പുതപ്പുമായി. ഓ, അവർക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലെ പുതപ്പുകൾ. കണ്ണുനീരോടെ അവൾക്ക് മനസ്സിലായി അവൾക്ക് അവളുടെ ആങ്ങളമാരെ കിട്ടിയെന്ന്. നടന്ന് തളർന്നു വന്ന അവൾ കിടന്നുറങ്ങാൻ തുടങ്ങി. അവൾക്ക് പെട്ടെന്നുറക്കവും വന്ന്. ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാം. പിന്നീട് 7 കാക്കകൾ പറന്നു വന്ന് കതക് തുറന്ന് കിച്ചൺ ടേബിളിലേക്കിരുന്നു. ആരോ നമ്മുടെ ആഹാരം കഴിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ വരാൻ ഇവിടെ ആരുണ്ട്? നമ്മൾ ഈ മലമുകളിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി? ഇവിടെ ആര് വരാനാ? കാക്കകൾ ആഹാരം കഴിച്ചു കഴിഞ്ഞു. അവരുടെ ഉറങ്ങുന്ന കുപ്പായവുമിട്ട് മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. പക്ഷെ ഇതാരാണ്? ഒരു കാക്ക പതുക്കെ പറന്നു വന്ന് അവളെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, അതെ, അത് ശരിയാണ്. ഇത് നമ്മുടെ പെങ്ങളാണ്. നമ്മുടെ പെങ്ങളാണ്. ആ നിമിഷം ആ പെണ്ണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളുടെ 4 ചുറ്റും വലിയ കറുത്ത ചുണ്ടുകളുള്ള കാക്കയെ കണ്ട് അവൾ പേടിച്ചുപോയി. പക്ഷെ ഒരു കാക്ക പറന്നു വന്നു പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു, നീ ഞങ്ങളുടെ പെങ്ങളല്ലേ? നീ ഞങ്ങളുടെ പെങ്ങളല്ലേ? ആ പെൺകുട്ടി എണീറ്റു. കൈകൾ നീട്ടി. എന്റെ സഹോദരങ്ങളെ, നമ്മൾ അവസാനം ഒരുമിച്ചു. എല്ലാവരെയും എനിക്ക് വളരെ സന്തോഷമായി. 7 കാക്കകളും അവളെ വിഷമത്തോടെ നോക്കി. നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് പേടി തോന്നുന്നല്ലേ? അവൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ കാക്കകളായാൽ എന്താ? നമ്മൾ ഒരു കുടുംബമല്ലേ ആങ്ങളമാരെ? കാക്കകൾ ഇത് കേട്ടതോടെ കരഞ്ഞ വിഷമത്തിലായി. അവർക്ക് വളരെ സങ്കടം തോന്നി. കരയാതിരിക്കൂ പ്ലീസ്. ഞങ്ങൾ വീടിനെയും കുടുംബത്തെയും മിസ് ചെയ്യുന്നു. എല്ലാവരും എന്റെ കൂടെ വീട്ടിൽ വരൂ. ഞങ്ങൾ തീർച്ചയായും വരാൻ ആഗ്രഹിക്കുന്നു. അതെ, തീർച്ചയായും വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റ് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ എങ്ങനെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് വരും? അമ്മ എല്ലാവരും സ്വീകരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. പാവം എന്നും നിങ്ങളെ ഓർത്ത് കരയും. ഞങ്ങൾ ചെയ്തതെല്ലാം അറിഞ്ഞിട്ടും അതെ, അമ്മയാണല്ലോ അവർ. അമ്മ നിങ്ങളെ ശപിച്ചതിൽ സ്വയം കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ തിരിച്ചു വരൂ. അമ്മയ്ക്ക് എല്ലാവരും ഒരുമിച്ച് കണ്ടാൽ ഒത്തിരി സന്തോഷമാകും. പെൺകുട്ടി അവരെ കൂടെ വരാൻ വേണ്ടി നിർബന്ധിച്ചു, സമ്മതിപ്പിച്ചു. എങ്കിൽ ശരി, ഞങ്ങൾ വീട്ടിലേക്ക് വരാം. ഹുർരേ! വരൂ, നമുക്ക് പോകാം. അവൾ മലയിറങ്ങാൻ തുടങ്ങി. മല ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല കുഞ്ഞു സഹോദരി. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ പറത്തിക്കൊണ്ടു പോകാം. അവർ യാത്ര തുടങ്ങാൻ പോകുന്നതും ഒരു ഇളയ സഹോദരൻ പറഞ്ഞു, നിൽക്കൂ,
നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കണ്ടുവച്ച എല്ലാ തിളക്കമുള്ള കല്ലുകളും എടുക്കാം. അവൻ പോയി ബാഗ് നിറയെ സുന്ദരമായ കല്ലുകളും കൊണ്ടുവന്നു. വാവ്, എന്ത് സുന്ദരമായ കല്ലുകൾ! നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതെ, വളരെയധികം. ഇതെല്ലാം വിലപിടിപ്പുള്ള കല്ലുകളാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ കാക്കകൾ തിളങ്ങുന്നത് എന്തും കണ്ടാലും എടുക്കും. ഇതാ നോക്ക്, ഇത് ഏറ്റവും തിളങ്ങുന്നതാണ്. ഡയമണ്ട് ആകാൻ സാധ്യതയുണ്ട്. അതെ, ആയിരിക്കും. സുന്ദരമാണ് സഹോദര. അവർ അങ്ങനെ യാത്ര തുടങ്ങി. മുകളിൽ നിന്നും കാണുമ്പോൾ താഴെ ഭൂമി വേറെ തന്നെയായിരുന്നു. അവൾ ആദ്യം പേടിച്ചുപോയി. ഓ, ഞാൻ വീഴും ചേട്ടന്മാരെ. പേടിക്കണ്ട പെങ്ങളെ, ഒരു കാലത്തും ഞങ്ങൾ വിടില്ല. പേടിക്കേണ്ട പെങ്ങളെ, ഞങ്ങൾ ഒരു കാലത്തും നിന്നെ താഴെ ഇടില്ല. സഹോദരന്മാരായ 7 കാക്കകളും അവളെ പിടിച്ചു പറന്നു. അവളെ അവർ ആ പുഴയുടെ മേളിൽ നിന്നും നല്ലവണ്ണം കൊണ്ടുപോയി. അവർ ജനിച്ച ചെറിയ വീടും ഒക്കെ കാണിച്ചു കൊടുത്തു. വരാന്തയിൽ അവർ ഇരുന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. അവൾ പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ അവൾ പാവം അമ്മ ഇരിക്കുന്ന കണ്ടു. അവർ കരയുകയായിരുന്നു. അവൾ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു. അമ്മേ, ഞാൻ എത്തി. എന്റെ അടുത്ത് ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഓ എന്റെ മോളെ, നീ വന്നോ? ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെയും നഷ്ടപ്പെടുത്തിയെന്ന്. ആ പാവം അമ്മ സന്തോഷത്തോടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമായിരുന്നു. പെൺകുട്ടി കണ്ണു തുടച്ചു. അമ്മയെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. അവിടെ അമ്മ കണ്ടത് കാക്കകൾ. ഓ എന്റെ മക്കളെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങളെ ശപിക്കാൻ പാടില്ലായിരുന്നു. ഒരമ്മയും മക്കളോട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അല്ല അമ്മേ, ഞങ്ങൾക്കിത് വേണം. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. ഓ എന്റെ കുടുംബം വീണ്ടും ഒന്നായി. അവരെല്ലാരും പഴയ കഥകൾ ഓർത്ത് കരയുമ്പോൾ വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചു. 7 സഹോദരങ്ങളും വീണ്ടും ആൺകുട്ടികളായി മാറി. ഓ ദൈവമേ, ചേട്ടന്മാരെ, നിങ്ങൾ വീണ്ടും പഴയ പോലെയായല്ലോ. അച്ഛൻ ഇതെല്ലാം കേൾക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വെളിയിലേക്ക് ഓടി. നന്ദി ദൈവമേ, എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ കിട്ടിയല്ലോ. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കൂ. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കൂ. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം. അയാൾ കരഞ്ഞ് മക്കളെ കെട്ടിപ്പിടിച്ചു. കാലങ്ങൾ കടന്നുപോയി. ആൺകുട്ടികൾ കർത്തവ്യബോധമുള്ളവരായി. തിളങ്ങുന്ന കല്ലുകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അവർക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ അതുകൊണ്ട് എല്ലാവർക്കും സാധിച്ചു.